മാസപ്പടി കേസിൽ മകൾ വീണയ്ക്കെതിരായ ആരോപണം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണെന്ന് പാർട്ടി പ്രതിരോധിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്റെ രക്തം എളുപ്പത്തിൽ കിട്ടുമെന്ന് നിങ്ങൾ കരുതേണ്ടെന്ന് പിണറായി. മലപ്പുറം വിദ്വേഷ പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. മകൾ വീണയ്ക്കെതിരായ SFIO അന്വേഷണവും ആരോപണങ്ങളും തന്നെ ലക്ഷ്യമിട്ടാണെന്ന് വിശദീകരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ബിനീഷിന്റെ കേസിൽ കോടിയേരിയുടെ പേരില്ലാത്തതുകൊണ്ടാണ് പാർട്ടി പ്രതിരോധിക്കാതിരുന്നത്. അതില് ബിനീഷിന്റെ കാര്യത്തില് കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല. ഇതില് എന്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അത് തന്നെയാണ് പ്രശ്നം. ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മകൾക്ക് നൽകിയത് സേവനത്തിനുള്ള പണമാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്റെ രക്തമാണെന്നും മറുപടി. നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല, അത് മനസ്സിലായിക്കും. എൻ്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലല്ലോ, അത് റെക്കോർഡ് അനുസരിച്ച് വന്നല്ലേ. അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ്, അതിന് കൊടുക്കേണ്ട GST ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തീർക്കാൻ ആശാവർക്കർമാർക്ക് താല്പര്യമില്ലെന്നായിരുന്നു വിമർശനം. അവർക്കായി LDF സർക്കാർ ഇതുവരെ ചെയ്ത കാര്യങ്ങളും ഓർമ്മിപ്പിച്ചു. ആശാസമരം തീരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അത് സാധാരണ നിലക്ക് നമ്മുടെ നാടിൻ്റെ ഒരു പൊതുവായ ചിന്തയുടെ ഭാഗമായി വരുന്നൊരു കാര്യമാണ്. പക്ഷേ സമരം നടത്തുന്നവർക്കും ആ ഒരു താല്പര്യം വേണ്ടേ, എന്നാലല്ലേ അത് തീരുകയുള്ളൂ. എന്നാൽ മലപ്പുറത്തിനെതിരായ വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപത്തിന് മുഖ്യമന്ത്രിയുടെ ശൈലിയിലുള്ള മറുപടി ഉണ്ടായില്ല. വെള്ളാപ്പള്ളി ശ്രദ്ധിക്കണമെന്ന് മാത്രമായിരുന്നു പ്രതികരണം. മുസ്ലിം വിഭാഗത്തെയും ന്യൂനപക്ഷ വിഭാഗത്തെയും ശക്തമായി ആക്ഷേപിക്കാനുള്ള നടപടികളുമായി നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകത്തക്ക രീതിയിലുള്ള പരാമർശങ്ങൾ ഇല്ലാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി ഇപ്പോൾ വിശദീകരണം നൽകി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും. മുനമ്പം സങ്കീർണമായ പ്രശ്നമാണെങ്കിലും അവിടെ താമസിക്കുന്നവരെ സംരക്ഷിക്കും. വഖഫ് നിയമത്തിന് ശേഷം BJPയുടെ അടുത്ത ലക്ഷ്യം ക്രൈസ്തവരാണെന്ന മുന്നറിയിപ്പും മുഖ്യമന്ത്രി നൽകി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.